അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നാണ് ഷമ്മാസിൻ്റെ ഷോപ്പ് ഉദ്ഘാടനം. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയാണ് ഐഷുമ്മ ഉറക്കമുണർന്നത്. ഇന്ന് രാത്രി തന്നെ ഷാമോൻ വരാൻ അല്പം വൈകിയിരുന്നു. നവാസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഫൈസൽ പിന്നെ വന്നിട്ടില്ല. അവനോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു, ഇക്ക പറ്റുന്നുണ്ടെങ്കിലേ വരണമെന്നൊക്കെ. പക്ഷേ ഫൈസലിൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും നിറഞ്ഞതുകൊണ്ട് തന്നെ അവൻ വന്നിരുന്നില്ല. മുംതാസിൻ്റെ നിക്കാഹുമായി ബന്ധപ്പെട്ട് അതും കൂടി ആയപ്പോൾ അവനാകെ തളർന്നു പോയിരുന്നു. പിറ്റേന്ന് തഹജ്ജുദിന് ഷമ്മാസിനെ കാണുന്നില്ല. ഉമ്മ വിചാരിച്ചു, പഠിച്ചോനെ റൂമിൽ ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ, സമയം 4 മണിയൊക്കെ കഴിഞ്ഞു. മോനെ ഷാമോനെ എഴുന്നേൽക്കടാ. ഉമ്മ അവനെ വിളിക്കുന്നു. പഠിച്ചോനെ സുബഹി തെറ്റിയോ റബ്ബേ, എൻ്റെ തഹജ്ജുദ് നഷ്ടപ്പെട്ടോ. ഷമ്മാസ് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. അവൻ വാതിൽ തുറന്നു. ഉമ്മ, ഞാൻ വിചാരിച്ചു പഠിച്ചോനെ. മോനെ ഇന്നലെ എത്ര സമയമായിക്കണം തിരിച്ചെത്തിയപ്പോൾ? പറഞ്ഞില്ലല്ലേ, 1-2 മണിയായിക്കണല്ലേ ഇങ്ങോട്ട് എത്തി വന്ന് കിടന്നുറങ്ങിയപ്പോൾ തന്നെ. അതാണ് അറിയാഞ്ഞത്. അവൻ പെട്ടെന്ന് തന്നെ ഉളുഹ് ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ, നീ ബർക്കത്ത് ശരിയണേ റഹ്മാനെ. എൻ്റെ ഷോപ്പിൽ, പഴയ ഷോപ്പിൽ അൽഹംദുലില്ലാ റാഹത്തോടു കൂടി ഇന്നും അത് നല്ല രീതിയിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ നല്ല ബിസിനസ് എല്ലാം റാഹത്തോടു കൂടി നടക്കണേ അല്ലാ. പള്ളിയിലെ ഉസ്താദിനെ 4 ദിവസം മുമ്പ് തന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് ഉസ്താദിനോട് നേരിൽ കണ്ട് പറയുകയാണ് ചെയ്തത്. ഉസ്താദേ, അപ്പോൾ ഷോപ്പിൻ്റെ ഇനോഗ്രേഷനാണ് കേട്ടോ, ഇൻഷാ അല്ലാ, അപ്പോൾ വരണം. മോനെ, ഈ കുരുത്തും പൊരുത്തുള്ള മോനല്ലേ, എനിക്കൊരിക്കലും ഒരു നഷ്ടം വരില്ല. ഇൻഷാ അല്ലാ എന്തായാലും ഞാൻ പങ്കെടുക്കും. ഷമ്മാസിൻ്റെ ഷോപ്പിൻ്റെ പേരെന്താണെന്ന് അപ്പോഴും കൺഫേം ആയിട്ടില്ലായിരുന്നു. പക്ഷേ ഉമ്മക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഒരു ഷോപ്പ് ഐഷാസ് മൊബൈൽസ് വേൾഡ് എന്ന പേരിൽ ക്ലിക്കായത് കൊണ്ട് തന്നെ ഷമ്മാസിന് അത് തന്നെ യൂസ് ചെയ്യാനായിരുന്നു ഇഷ്ടം. എന്തൊക്കെ തന്നെയാലും കാര്യങ്ങളെല്ലാം സെറ്റപ്പാക്കി പിറ്റേന്ന് സുബഹി നിസ്കാര ശേഷം അവൻ ഷോപ്പിലേക്ക് പോവുകയാണ്. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ എൻ്റെ കൂടെ പോരൂ, നവാസ്കി മക്കളും അവരൊക്കെ പിന്നീട് വന്നോളും, അതായിരിക്കും നല്ലത്. മോനെ എൻ്റെ കുട്ടി നടക്ക്, ഉമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും ആക്കി വെക്കണ്ടേ. മോനെ ചായ കുടിച്ചിട്ട് പോയ പോരെ? വേണ്ടുമ്മ, ഇനിയിപ്പോൾ ചായ ഒന്നും വേണ്ട, ഞാൻ അവിടുന്ന് ഒക്കെ സെറ്റ് ആയിക്കോളാം, ഇപ്പോൾ ഇനി ടൈമില്ല കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഉമ്മ വരുന്നില്ലപ്പോൾ? അല്ല മോനെ, ഓളെ കുട്ടികൾക്കും മക്കൾക്കും ഒന്നും ഉണ്ടാക്കി കൊടുക്കാതെ അങ്ങോട്ട് നിന്നാലേ ഞമ്മക്കരല്ല അതിൻ്റെ ഇടങ്ങാറ്. ആ ചെറിയ മക്കളല്ലേ, പിന്നെ നവാസും ഒന്നിനും വരൂല. സാരമില്ല, ഇനിയിപ്പോൾ നല്ലൊരു ദിവസം പറയണ്ടല്ലോ. എൻ്റെ കുട്ടി ഇന്നപ്പോൾ പൊയ്ക്കോൾട്ടാ. പഠിച്ച റബ്ബ് എൻ്റെ കുട്ടീൻ്റെ ഇതിലൊക്കെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഉമ്മ, പിന്നെ 10 മണിക്കാണ് കേട്ടോ ഉദ്ഘാടനം, പുഴക്ക് എത്തണം കേട്ടോ, വൈകരുതേ. ഷമ്മാസ് അപ്പോൾ തന്നെ അത് ആ കാറിൽ പുറപ്പെട്ടു. അവൻ്റെ മനസ്സിൽ പല പല ചിന്തകളാണ്. നേരത്തെ കാലത്ത് തന്നെ അവൻ ഷോപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് അങ്ങോട്ട് നീങ്ങി. നവാസിനെ കാണാനായിട്ട് ഉമ്മ വിളിക്കുന്നു. മോനെ നവാസ്, മോനെ നമുക്ക് ഉദ്ഘാടനത്തിന് പോകണ്ടേ? ഫസീലാനോട് പറയ്, അവളും വേഗം മാറ്റാനൊക്കെ പറയും, വൈകിപ്പിക്കണ്ട. അവൻ 10 മണിക്കെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ? ഉമ്മ ഇതാ വരുന്നു, മക്കളെ ഞാൻ കുളിപ്പിക്കുകയാണ്. മോനെ അതൊക്കെ അവളോട് കുളിപ്പിച്ച് കൊടുക്കാൻ പറയും, കുളിപ്പിച്ച് മാറ്റാൻ പറയും. ഉമ്മ അത് സാരമില്ല. അപ്പോഴേക്കും ഉമ്മ ചായയും കടിയും എല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ഫസീല മോളെ, ഉമ്മ സ്നേഹത്തോടെ വിളിക്കുന്നു. അവൾ മിണ്ടിയില്ല. ഫസീല, നവാസേ ഓളോട് ചായ കുടിക്കാൻ വരാൻ പറഞ്ഞ വരി, എല്ലാവരും ഇരിക്കുക, ഇനിയിപ്പോൾ എന്ത് സമയമില്ല, കുട്ടി അത്ര ദൂരത്തേക്ക് നമുക്ക് പോകേണ്ടതല്ലേ. ഫസീല വിളിച്ചിട്ട് വന്നതേയില്ല. നവാസ് വിളിച്ചു. നിന്നെ അതാ ഉമ്മ വിളിക്കുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളവിടെ കുടിച്ചോളി. എന്താ നിനക്ക് ചായ ഒന്നും വേണ്ടേ? വീട് പൂട്ടി പോകാനുള്ളതല്ലേ ഫസീല, 10 മണിക്കാണ് അവിടെ ഇനോഗ്രേഷന്. നമ്മുടെ സ്വന്തം അനിയൻ്റെതല്ലേ, വേറെ അടുത്തുമല്ലല്ലോ, പുറമക്കാരതാണെങ്കിൽ നമുക്ക് എപ്പോഴും കയറി ചെന്നാൽ മതി. ഇതിപ്പോൾ അതല്ല, അവൻ അങ്ങനെ വിളിച്ചതാണ്. ദുആയും ഒക്കെ ഉണ്ടാവും, ഉസ്താദുമാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമ്മളിൽ പങ്കു ചേരണ്ടേ. നമ്മൾ അനിയൻ്റെ ഇവിടുത്തെ കട പോലെ തന്നെ അല്ലേ അത്. എല്ലാവരും അതാ ചായ കുടിക്കുവാൻ കുട്ടികളും നവാസും ഇരുന്നു, ഉമ്മയും ഇരുന്നു. ഫസീല മോളെ ഇതൊക്കെ ഒന്ന് എടുത്ത് പാത്രം കഴുകി വെച്ചിട്ട് നമുക്ക് പോകാനുള്ളതാണ്, കുളിച്ച് മാറ്റി ഒരുങ്ങി. എന്താണ് സമയമല്ലേ? ഉമ്മ വീണ്ടും വിളിച്ചു. അവൾ വന്നതേയില്ല. വീണ്ടും വിളിച്ചപ്പോൾ
പിന്നീട് അവൾ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു നല്ല രീതിയിൽ. മക്കളെപ്പോലും ശരിക്ക് കൈ കഴുകുകയോ ഒന്നും ചെയ്യാതെ അവൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് മുകളിലേക്ക് തന്നെ പോയി. മോളെ എന്നാ ഓളെ മാറ്റി കൊടുക്ക് മക്കളെ, ഈ മാറ്റിക്ക് വേഗേ, എത്ര സമയമായി? ഉമ്മ പാത്രങ്ങളെല്ലാം കൊണ്ടുവച്ചു. ഇന്നാണെങ്കിൽ ജമീലത്താത്ത വരികയില്ല എന്ന് പറഞ്ഞിരുന്നു. വേഗം അടുക്കളയിൽ കൊണ്ടുവച്ച് അതെല്ലാം കഴുകി ടേബിളെല്ലാം വൃത്തിയാക്കി കുട്ടികളുടെ കയ്യും മുഖവുമെല്ലാം കഴുകി കൊടുത്തു. മക്കളെ ഇനി ഡ്രസ്സിനൊന്നും ആക്കണ്ട കേട്ടോ. നവാസേ മോനെ, അവളോട് മാറ്റാൻ പറഞ്ഞാൽ മാറ്റട്ടോ. ഉമ്മ കുളി കഴിഞ്ഞ പാടെയായിരുന്നു ചായ കുടിക്കാനിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് മുടിയെല്ലാം ഉണങ്ങട്ടെ എന്ന് കരുതി. സാധാരണ അങ്ങനെ ഇരിക്കും, പക്ഷേ ഇന്ന് സമയമില്ല. പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഉമ്മ സെറ്റായി, മക്കളും സെറ്റായി, നവാസും. പക്ഷേ ഫസീല ഇറങ്ങി വരുന്നില്ല. ഫസിയെ മോളെ കഴിഞ്ഞില്ലേ? ഉമ്മയുടെ ആ വിളി കേട്ട് അവൾ മിണ്ടാതെ നിന്നു. നവാസ് കയറി ചെന്നു. ഫസീല എന്തെപ്പോഴും ഒരുങ്ങാത്തത്? സമയം എത്ര മണിയായി നോക്ക്? 10 മണിക്ക് അവിടെ എത്തലവിടെ ഇനോഗ്രേഷൻ തുടങ്ങും. നമ്മൾ വന്നിട്ട് വേണ്ട ഉമ്മാനെ. അവന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉമ്മാനെ തന്നെയായിരുന്നു ഉദ്ഘാടനം കഴിക്കാൻ വിളിച്ചിരുന്നത്. ഉമ്മ അവിടെ എത്താൻ ഞാൻ പിന്നെന്താ അതിൻ്റെ അർത്ഥം? ഈ എന്തെങ്ങനെ? നിങ്ങൾ പോയിക്കോളി, ഞാൻ വരുന്നില്ല. ഇനിയിപ്പോൾ ഇതിനായിട്ടിപ്പോൾ ഞാൻ അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കണം എന്തിനാ? വീട്ടിൽ വലിയൊരു എൻഗേജ്മെൻറ്റിന് പോയി എല്ലാവരും കൂടി കെട്ടും കെട്ടി. ഞാൻ പോന്നോ? ആരെയും എന്നെ വിളിച്ചോ? ഫസീല കളവ് പറയരുത് കേട്ടോ. അന്നെ ആരും വിളിച്ചിട്ടില്ലേ? വിളിച്ചിട്ടില്ലാന്ന് എനിക്കെന്താ പറയാൻ കഴിയുമോ? ആ നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, പോയി പോരി. ഞാനില്ല. ആ കാര്യത്തിലും ഫസീല അതാ വിലങ്ങടിച്ച് നിൽക്കുന്നു. നവാസിന് ദേഷ്യവും സങ്കടവും വന്നത് കണ്ട് തന്നെ മക്കളെ എടുത്ത് അവനൊരക്ഷരം മിണ്ടാതെ ആ വീട്ടിൽ നിന്നിറങ്ങി കാറെടുക്കുന്നു. ഉമ്മ ചോദിച്ചു, മോനെ ഓള് മാറ്റി കഴിഞ്ഞില്ലേ? ഉമ്മ വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞു. എന്താടാ? ഉമ്മ കയറിക്കോളൂ. പെട്ടെന്ന് തന്നെ നവാസ് വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി. ഉമ്മ കുറച്ചൊക്കെ നമുക്ക് ഇത് ക്ഷമിക്കാൻ കഴിയും. കണക്കിലേറാവുമ്പോഴേ നമുക്കിത് തലക്ക് പിരാന്ത് പിടിക്കും. ഒരൊറ്റ വട്ടം ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ ചോദിച്ചില്ല. ഇനി അവളെങ്ങനെ തൂമ്പിച്ചെടുക്കാനെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് തന്നെ എന്നാലും അല്ലെങ്കിൽ വീട് പൂട്ടിങ്ങോട്ട് പോന്നാൽ മതിയത്, നീ പമ്പറന്നോളിത് എന്ന് പറഞ്ഞ് ഉമ്മ അതിൻ്റെ കാര്യം നമ്മൾ കണക്കിലെടുക്കണം എന്ന് തോന്നുന്നില്ല എനിക്ക്. എന്നോടൊരു ദിവസം പോലും ശരിക്കും ഒന്നുമില്ലെങ്കിൽ ഉമ്മ, ഞാനുള്ളൊരു ഭർത്താവല്ലേ, ഒരു ദിവസം പോലും ഒരു സഹകരണം പോലും ഇല്ല എന്നോട്. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നുമില്ല. എന്തിന് ഇങ്ങനൊരു ഭാര്യൻ്റെ ഇപ്പം ജീവിക്കണേക്കാളും നല്ലതേ അത് ഭാര്യ ഇല്ലാതെ ജീവിക്കണമാ. എൻ്റെ 2 മക്കളെ വിചാരിച്ചിട്ടാണ് ഞാൻ ഓളങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ മോനെ സാരമില്ല, ഒക്കെ ശരിയായിക്കോളും. ഉമ്മ അപ്പോഴും അവനെ ആശ്വസിപ്പിച്ചു. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഉമ്മയുടെ ഫോണിലേക്ക് ഷമ്മാസ് വിളിക്കുന്നു. ഉമ്മ ഇറങ്ങിയില്ലേ? ദാ ഇനി 1/2 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. ഉമ്മ എല്ലാവരും എത്തിത്തുടങ്ങി. ഉമ്മ എവിടെ? മോനെ ഞങ്ങൾ വരുന്നുണ്ടടാ. ആ ആയിക്കോട്ടെ ഉമ്മ. പള്ളിയിൽ നിന്നുള്ള ഉസ്താദും എല്ലാവരും എത്തി. എല്ലാവരും അതാ ഷമ്മാസിൻ്റെ ആ ഒരു മൊബൈൽ ഷോപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുള്ള സ്ഥലത്ത് അതിമനോഹരമായ ഒരു ബിൽഡിങ്, ഫുൾ ഗ്ലാസ് സെറ്റപ്പ് ചെയ്ത നല്ലൊരു മൊബൈൽ ഷോപ്പ്. എപ്പോഴും ഷമ്മാസിന് ആഗ്രഹം ഉമ്മയുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകമായിട്ട് നിസ്കരിക്കുവാനുള്ള സൗകര്യവും കാര്യങ്ങളുമെല്ലാം ഒരുക്കിയിരുന്നു. പാർക്കിങ്ങിനുള്ളതും അതുപോലെ ഇനി അവിടെ വരുന്ന കൊച്ചു കുട്ടികൾക്ക് കളിക്കുവാനുള്ള ചെറിയ പാർക്കും അതെല്ലാം സെറ്റപ്പാക്കിയിരുന്നു. ആ ഷോപ്പിൻ്റെ ഒരു ഭാഗത്തായിട്ട് വിശാലമായ ആ ഷോപ്പിൻ്റെ ചുറ്റുഭാഗം വളരെയധികം മനോഹരമായി ചെടികളും മറ്റും വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിരുന്നു. ശരിക്കും നല്ലൊരു ഗാർഡനിൽ ഒരു ഷോപ്പ് നിൽക്കുന്നത് പോലെ ആരെയും ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളുമാണ് സെറ്റാക്കിയിരിക്കുന്നത്. അത്യാവശ്യം ക്യാഷ് പൊടിച്ചിട്ട് തന്നെയാണ് ഷമ്മാസ് അത് സെറ്റാക്കിയത്. മറ്റേ മൊബൈൽ ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾത്തിരക്കുള്ള ഏരിയയാണ്, ബിസിനസ്സും നല്ല രീതിയിലുണ്ട്. പക്ഷേ പാർക്കിങ്ങിനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ അല്പം സ്വസ്ഥമായി മൊബൈൽസൊക്കെ എടുക്കുവാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വന്നും എടുക്കാം എന്നുള്ള രീതിയിലാണ്. ഫാമിലിയുമായിട്ടൊക്കെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അവിടെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു കോഫി ഷോപ്പും അതും അതിൽ ഉൾപ്പെട്ടതാണ്. മൊബൈൽ, ലാപ്ടോപ്പ് മുതലായവ വാങ്ങാൻ വരുന്നവർക്കൊക്കെ അത് ഫ്രീ ആണെന്നാണ് പറഞ്ഞു കേട്ടത്.
സ്നാക്കും ചായയും എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിശാലമായ ഒരു സ്ഥലത്താണ് മൊബൈൽ ഷോപ്പ് സെറ്റ് ആയത്. അതെല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഉമ്മയും നവാസും മക്കളും വരുന്നു. ഒരു നിമിഷം ഷമ്മാസ് അങ്ങോട്ട് നോക്കി. ഉമ്മ ഇറങ്ങിയ പാടെ നേരെ ഷോപ്പിൻ്റെ മുകളിലേക്കാണ് നോക്കിയത്. ഉമ്മ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു അതിലേക്ക് നോക്കി. ഉമ്മ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഷമ്മാസ് ഓടിച്ചെന്നു ഉമ്മയുടെ കൈ പിടിച്ചു. ഉമ്മ, മോനെ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ ഉമ്മ നേരെ മൊബൈൽ ഷോപ്പിൻ്റെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ഷമ്മാസിനെ പിടിച്ച് ഒരു മുത്തം നൽകുകയാണ് ചെയ്തത്. ഉമ്മയുടെ ആ ഒരു മുത്തം അത് ഷമ്മാസിന് വളരെയധികം അഭിമാനകരമായി തോന്നി. അതും അത്ര ജനങ്ങളുടെ ഇടയിൽ വെച്ച്. അത് മറ്റൊന്നിനുമല്ലായിരുന്നു, ഉമ്മയുടെ പ്രിയപ്പെട്ട മരുമകളുടെ പേരായിരുന്നു അതിൽ കൊടുത്തിരുന്നത്, ഹിജാബീസ് മൊബൈൽസ്. അതായിരുന്നു ഉമ്മക്ക് ഏറ്റവും സന്തോഷകരമായത്. ഷമ്മാസ് ഉമ്മയെ കെട്ടിപ്പിടിച്ച്, മോനെ, എൻ്റെ മോനാണ്, എൻ്റെ പൊന്നു മോനാണ് കേട്ടോ ഈ എന്ന് പറഞ്ഞിട്ട് അവന് അതാ വീണ്ടും ഉമ്മ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. ഷമ്മാസിന് കാര്യം മനസ്സിലായി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, എൻ്റെ ഉമ്മ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കായിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കിഷ്ടം എപ്പോഴും എൻ്റെ ഉമ്മാൻ്റെ പേരിടണമായിരുന്നു, ഐഷാസ് മൊബൈൽസ്. മോനെ, അതുണ്ടല്ലോ, പക്ഷേ എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം അതാണിത്, ഹിജാബീസ് മൊബൈൽസ്. എന്തതിനൊരു കുഴപ്പം? അതും നല്ല ഭംഗിയുള്ള ഒരു കണ്ണുകളുണ്ടല്ലോ അതിൽ ഉൾപ്പെടുത്തിയത്. ആ ഉമ്മ, അത് ഡിസൈൻ ചെയ്തവർ അങ്ങനെ പറഞ്ഞു. ഹിജാബീസ് എന്ന് പറയുമ്പോൾ തന്നെ അത് മുഖം മറച്ച പെണ്ണ് എന്നാണല്ലോ അതിനർത്ഥം. അപ്പോൾ മോനെ അസ്സലായിട്ടുണ്ട്, മാഷാ അല്ലാ. ശരിക്കും എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞത് അനുസരിച്ചല്ലോ. നോക്കിക്കോ, നല്ല ഹൈറും ബർക്കത്തും എൻ്റെ കുട്ടിൻ്റെ ഈ ഒരു ഷോപ്പിന് പടച്ചെറുമ്പ് തരും. ഉമ്മയെ കൈപിടിച്ചുകൊണ്ട് ഷമ്മാസ് മുന്നോട്ട് നടക്കുന്നു. പിന്നിൽ നിന്ന് ആപ്പാപ്പ എന്ന് പറഞ്ഞ് മോളും മോനും അവരെയെല്ലാം അതാ ഷോപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അവർ കൊണ്ടുപോകുന്നു. അവർക്ക് ഇരിക്കുവാനായിട്ട് പ്രത്യേക സോഫ സെറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയ ആ ഭാഗത്ത് ഇനി ഉദ്ഘാടനം കഴിഞ്ഞാൽ അകത്തേക്ക് കയറാം. അതുവരെ വിശ്രമിക്കാനൊക്കെ ഉള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും, മക്കൾക്കുള്ള പാർക്ക്, ഊഞ്ഞാല, സീസോ ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കിയത് കൊണ്ട് തന്നെ ആർക്കും ഒരു ബോറടിക്കുന്ന രീതിയല്ലായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ആ ഒരു ഉദ്ഘാടന കർമ്മം അതവിടെ പൂർത്തിയാകും. പള്ളിയിലെ ഉസ്താദും എത്തിയിരിക്കുന്നു. പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നായിരുന്നു ഉമ്മ വിചാരിച്ചിരുന്നത്. പക്ഷേ ഷമ്മാസിനിഷ്ടം. കാരണം ഉമ്മയുടെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ആ ഒരു ഷോപ്പ് നല്ല കച്ചവടത്തിലാണ്, മാഷാ അല്ലാ. ഉസ്താദും പറഞ്ഞ്, മോനെ, നമ്മളൊരു വീട് വെക്കുമ്പോഴാണെങ്കിലും ഒരു ഷോപ്പാണെങ്കിലും ഉമ്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതിൽ പ്രത്യേക ഒരു ബർക്കത്തുണ്ടെന്നേ. ഉമ്മയുടെ കണ്ണുകൾ ചുറ്റുഭാഗത്തും തിരയുന്നു ആരൊക്കെയോ. പെട്ടെന്ന് ഷമ്മാസിന് കാര്യം മനസ്സിലായി. ഉമ്മ, അല്ല മോനെ, എവിടെ ഹിജാബി? അവരെത്തിയിട്ടില്ലല്ലോ. ഉമ്മ, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴതാ ആ ഒരു വിശാലമായ ഗ്രൗണ്ടിലേക്ക് ഒരു ഓട്ടോ കയറി വരുന്നു. ശരിക്കും ഉമ്മയൊന്ന് തിരിഞ്ഞു നോക്കി. അതെ, ഷമ്മാസും. അത് മറ്റാരുമായിരുന്നില്ല, ഉമ്മയുടെ പ്രിയപ്പെട്ട മരുമകൾ, ഷമ്മാസിൻ്റെ വധുവാകാൻ പോകുന്ന പ്രിയപ്പെട്ട നുസൈബയാണ്. നുസൈബയും അവളുടെ ഉപ്പയുമാണ് വന്നിട്ടുള്ളത്. അനിയത്തി കുട്ടികളും ഉമ്മ വന്നിട്ടില്ലായിരുന്നു. അവരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ചു. വന്നവർക്കൊക്കെയുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റാക്കിയിരിക്കുന്നു. ഉമ്മ നുസൈബയെ കണ്ടപ്പോൾ അവളെ കെട്ടിപ്പിടിച്ചു സലാം പറഞ്ഞു. പൊന്നുമോളെ, ഉമ്മാൻ്റെ കുട്ടി വരാനായല്ലോ അല്ലേ? ഇനി എത്ര ദിവസമുണ്ട് മോളെ? ഇനിയൊരു മാസം തികച്ചില്ലല്ലോ. മാഷാ അല്ലാ, ഉമ്മാൻ്റെ കുട്ടീനെ പഠിച്ചോ കാക്കട്ടെ. ഉമ്മ, നിങ്ങൾ എപ്പോഴെത്തിയത്? മോളെ, ഞാൻ കുറച്ച് സമയമായി, എനിക്കാകെ ടെൻഷനായിരുന്നു. മോളെ, ഈ അത് കണ്ടോ? എന്തുമ്മ? ഞാൻ നോക്കിയിട്ടില്ല, ഹിജാബൊക്കെ ഇട്ടത് കൊണ്ട്. മോളെ, ആ ഷോപ്പിൻ്റെ മുകളിലേക്കൊന്ന് നോക്കടാ, ഒന്ന് നോക്ക്. പെട്ടെന്ന് അത് കണ്ട് അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഉമ്മ, അപ്പോൾ ഐഷാസ് മൊബൈൽസ്? മോളെ, അതായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, ഒന്നതുണ്ടല്ലോ, ഒന്ന് ഹിജാബീസ് മൊബൈൽസ് ഇടാൻ പറഞ്ഞു.
എന്താ അതിൻ്റെ ഇഷ്ടത്തിനിട്ടതാണ്, അല്ലാതെ. ശരിക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, എന്തിനാ ഉമ്മ? മോളെ, നിൻ്റെ പേരൊന്നുമല്ലല്ലോ കൊടുത്തത്. അവന് നിന്നെ വിളിക്കുന്ന ഒരു പേര് അവനക്കതൊരു ഇഷ്ടപ്പെട്ട പേരാണ്. ഞാനും വിചാരിച്ചു അതായിക്കോട്ടെ എന്ന്. എന്തെന്നറിയില്ല, എനിക്ക് നിൻ്റെ പേരുണ്ടെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു പേടിക്കാമെന്ന് ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ അല്ല. എൻ്റെ കുട്ടീനെ എൻ്റെ പേര് എവിടെയാണെങ്കിലും എനിക്ക് ഇഷ്ടമേ ഉള്ളൂ. അതിപ്പോൾ എങ്ങനെ തന്നെയാണെങ്കിലും. ഉമ്മ, സ്നേഹത്തോടെ നുസൈബ ഉമ്മയുടെ കൈ പിടിച്ചു. മക്കളെ, മക്കളെ സുഖമല്ലേ മക്കളെ? എന്താടി ഉമ്മയെ കൊണ്ടുവരാഞ്ഞത്? ഉമ്മ ഒന്നില്ലമ്മ, പിന്നെ വല്യമ്മ കുറച്ചൊരു സുഖമില്ലായ്മ ഉണ്ടായപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പോൾ ഉപ്പയുണ്ട്, ഇവരും വന്നു കൂടെ. ആയിക്കോട്ടെ, എൻ്റെ മക്കളെ പഠിച്ചോ നന്നാക്കും. അങ്ങനെ അതാ ഉദ്ഘാടനത്തിൻ്റെ ആ ഒരു നിമിഷങ്ങൾ അടുത്തു വരുന്നു. ഉസ്താദിനോട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ട് പക്ഷേ ഉമ്മയോട് ചെയ്യിപ്പിക്കാനാണ് ഉസ്താദും പറഞ്ഞത്. ഷമ്മാസ് ഉമ്മയുടെ കൈകളിൽ ആ ഒരു കത്രിക കൊടുത്തു. ഉസ്താദ് തക്ബീർ ചൊല്ലിക്കൊണ്ട് അതാ ആ ഒരു ഇനോഗ്രേഷൻ അവിടെ കഴിയുന്നു. ഉസ്താദുമാർ അകത്ത് കയറി അതിൽ ദുആ ചെയ്തു. എല്ലാവരും ക്യാഷ്നട്ട്, ബദാം, പിസ്ത അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും ഡ്രിങ്ക്സും എല്ലാം സന്തോഷത്തോടെ കഴിച്ചു. എല്ലാവരും ഷോപ്പിലേക്ക് ഇരച്ചു കയറി. അവിടെയാകെ കണ്ടു, ശരിക്കും മനോഹരമായിരിക്കുന്നു. ശരിക്കും ഗൾഫ് ലുക്കിലാണ് എല്ലാം സെറ്റപ്പ് ആക്കിയിരിക്കുന്നത്. സാധാരണ ഒരു നാടൻ മൊബൈൽ ഷോപ്പിൻ്റെ രീതിയിലല്ലായിരുന്നു. അതിനെല്ലാം പ്രത്യേകം നല്ല രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. വരുന്നവർക്കൊക്കെ പ്രത്യേകമായിട്ട് ചെയറും കാര്യങ്ങളും അവരെ സ്വീകരിച്ചിരുത്തുവാനും എല്ലാത്തിനും ഉള്ളതുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാ, പഠിച്ചോനെ, എൻ്റെ കുട്ടിയുടെ കടയിൽ നീ ബർക്കത്ത് ചൊരിയ് റഹ്മാനെ. ആ ഉമ്മ അവിടെ നിന്ന് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ മൊബൈൽ ഷോപ്പ് കാണുന്ന തിരക്കിലാണ്. നല്ല അടിപൊളി ഐറ്റംസ്, മൊബൈൽസ്, കാര്യങ്ങൾ എല്ലാ റേറ്റിൻ്റേതും. എന്നാൽ അന്നത്തെ സ്പെഷ്യൽ ഓഫർ തന്നെ എല്ലാത്തിനും പകുതി വില എന്നുള്ള രീതിയിലായിരുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ആ ഒരു ദിവസം ഏത് ഫോൺ എടുത്താലും പകുതി വില. അത് എത്ര വലിയ ഫോണായാലും, ഐഫോൺ ആയാലും, സാംസങ് ആയാലും, എന്തൊക്കെ തന്നെയായാലും പകുതി വിലക്ക് ലാപ്ടോപ്പ് ആയാലും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം വാങ്ങുന്നുണ്ട്. അതിനുശേഷം അവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ അവർ സെറ്റാക്കിയിരുന്നു. എല്ലാവരും ഇഷ്ടം പോലെ വയറ് നിറച്ച് ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയാണ്. ഒരുപാട് ഫാമിലി അടക്കം എല്ലാവരും വന്നിട്ടുണ്ട്. കാരണം അവിടെ എത്തിയാൽ ഷോപ്പിംഗ് മാത്രമല്ല ലക്ഷ്യം, കുടുംബസമേതമുള്ള എൻജോയ്മെൻറ്റും അവർക്കവിടെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു ഇടം വളരെയധികം കണ്ട് ഇഷ്ടപ്പെട്ടു. അത്ര വലിയ ടൗണിലുമല്ല എന്ന് വെച്ചാൽ അത്ര ഉള്ളോട്ടുമല്ല, അങ്ങനത്തെ ഒരു വിശാലമായ ഒരു സ്ഥലത്ത് നല്ല പ്രകൃതി രമണീയമായി ഒരുക്കിയ ആ ഒരു ഗ്രൗണ്ടിൽ അവിടെയാണ് അതെല്ലാം സെറ്റാക്കിയിരിക്കുന്നത്. ഷമ്മാസിനെ കണ്ട് പലരും പറഞ്ഞു, ഷമ്മാസ് കൺഗ്രാജുലേഷൻസ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു ഫ്ലോർ തിരഞ്ഞെടുത്തതിലാണ് അത്രക്കൊരു ഭംഗി ഇവിടെ. നല്ലൊരു എന്താ പറയുക, എൻജോയ്മെൻറ്റും അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം ഒരു ബോറടിക്കാത്ത പ്ലേസാണ്. പിന്നെയെന്ന് വെച്ചാൽ അവിടെ നിന്ന് വരുന്ന വാഹനത്തിൽ വരുന്നവർക്കൊരു വ്യൂ കിട്ടുന്നുമുണ്ട്. പെട്ടെന്ന് കണ്ട് കയറി പോയാനൊക്കെ തോന്നുന്ന രീതിയിൽ എല്ലാം നല്ല എൻജിനീയറിങ് ശക്തി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി പവറായിട്ടുണ്ട് എല്ലാം. ഇൻറ്റീരിയർ വർക്കും അങ്ങനെ മൊത്തത്തിൽ ഷമ്മാസിന് നല്ല അഭിപ്രായങ്ങളാണ് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ മകൻ്റെ ആ ഒരു കടയിലൂടെ ഉമ്മയും അതാ അവിടെയൊക്കെ നടക്കുകയാണ്. കോളേജിലെ എല്ലാ അധ്യാപകന്മാരും കുട്ടികളും എല്ലാവരും വന്നിരുന്നു. ഒരു നിമിഷം ഷമ്മാസ് അവിടെയാകെ ഒരു കാര്യം തിരഞ്ഞു. അത് മറ്റൊന്നുമല്ലായിരുന്നു, തൻ്റെ ജ്യേഷ്ഠന് വേണ്ടി താൻ കരുതി വച്ചിരുന്ന ആ ഒരു പെണ്ണ് തൻ്റെ ഫൈസൽക്കാക്ക് വേണ്ടി വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ കണ്ടില്ല. നുസൈബയുടെ സാറും മിസ്സും എല്ലാവരും നുസൈബയെ കണ്ടപ്പോൾ അവളുടെ നേരെ അതാ പൊതിഞ്ഞു ചെല്ലുന്നു. നുസൈബ, എങ്ങനെയുണ്ട് പഠനമൊക്കെ, കാര്യങ്ങളൊക്കെ? എല്ലാം ഉഷാറാണ്. അപ്പോൾ നല്ലൊരു നുസൈബ ഡോക്ടറെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? പിന്നെ വിവാഹം ഉറപ്പിച്ചു അല്ലേ? അതെ ഷമ്മാസ്.
അതുതന്നെയാണ് വരണമെന്ന് കേട്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സന്തോഷം തോന്നിട്ടോ. മോളെ നല്ലൊരു മോനെയാണ് കിട്ടിയത്. മോള് നല്ല രീതിയിൽ പഠിക്കും വേണം. എന്തായാലും കല്യാണത്തിന് ഇനി അധികമൊന്നുമില്ലല്ലോ, ഒരു മാസത്തിനടുത്തൊക്കെ അല്ലേ. അതെ, നല്ല രീതിയിൽ പഠിക്കും വേണം. പിന്നെ അതുമാത്രമല്ല ഷമ്മാസിൻ്റെ ഭാര്യയായി നല്ലൊരു പദവി അലങ്കരിക്കുകയും വേണം. എല്ലാം മൊത്തത്തിൽ നിനക്ക് കൊണ്ടുപോകാൻ കഴിയുമല്ലോ. മിസ്സ് അവളെ നല്ല രീതിയിൽ അഭിനന്ദിക്കുകയാണ്. മോളെ എന്തൊക്കെ തന്നെയായാലും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ തന്നെ സ്വപ്നമാണ് നീ. വലിയൊരു സ്വപ്നം നീ സാക്ഷാത്കരിച്ചു. പിന്നെ നിങ്ങളൊക്കെ എന്തിനു വിളിച്ചാലും നമ്മൾ വരൂലേ. അവർ ഷമ്മാസിനെയും കണ്ട് ഒരുപാട് സംസാരിച്ചു. ഷമ്മാസ് ലക്കി ഗേളാണ് കേട്ടോ. നീ കെട്ടാൻ പോകുന്ന പെണ്ണ് ലക്കിയാണ്, നിനക്ക് കിട്ടിപ്പോയതാണ്. അങ്ങനെ എല്ലാം ഒത്തുണങ്ങിയ ഒരു പെൺകുട്ടി. പിന്നെ അല്പം നാണമുണ്ട്, അതൊക്കെ തന്നെ ഉള്ളൂ. അത് പിന്നെ ഒരു പെണ്ണിന് അത്യാവശ്യമാണല്ലോ. അല്പം ലജ്ജ നാണെന്നൊക്കെ പറയുമ്പോൾ ഒരു പെണ്ണിൻ്റെ സൗന്ദര്യമാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നല്ല ബെസ്റ്റ് കുട്ടിയാണ് കേട്ടോ നീ സെലക്ട് ചെയ്തത്. നിനക്കിതെങ്ങനെ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞു? അതൊക്കെ ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല. മിസ്സിനോടും സാറിനോടുമായിട്ട് ഷമ്മാസ് അങ്ങനെയൊക്കെ സംസാരിച്ചു. എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. എല്ലാവർക്കുമുള്ള സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങൾ എല്ലാം അവിടെ സെറ്റാക്കിയത് കൊണ്ട് തന്നെ എല്ലാവരും ഷോപ്പ് കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കുവാൻ വേണ്ടി പോകുകയായിരുന്നു. വളരെ ഗംഭീരമായ സൽക്കാരമാണ് ഇനോഗ്രേഷന് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു നിമിഷം ഉമ്മയോട് ഷമ്മാസ് ചോദിച്ചു, അല്ലുമ്മ ഇത്ത് വന്നിട്ടില്ലേ? മോനെ ഫസീലത്തല്ലേ, കുറേ വിളിച്ചടാ, വന്നില്ല. ഉമ്മ ഇത്തയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു അല്ലേ. ഫൈസൽക്ക് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ഇക്കാക്ക് എന്തൊക്കെയൊരു ടെൻഷനോ എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. കറക്റ്റായിട്ട് തെളിഞ്ഞതുമില്ല. പറ്റുന്നുണ്ടെങ്കിൽ വരണ്ട മോനെ എന്ന് പറഞ്ഞു. പിന്നെ വല്ലാതെ ഞാൻ നിർബന്ധിച്ചതുമില്ല, കാരണം ഇക്കൊക്കെ ഓരോ ഇഷ്ടങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ നുസൈബയും ഉമ്മയും എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷറി കാറ് അങ്ങോട്ട് കയറി വരുന്നു. ഒരു നിമിഷം എല്ലാവരും അങ്ങോട്ട് നോക്കി. കൂട്ടത്തിൽ ഷമ്മാസും. ആരാണിപ്പോൾ അങ്ങനെ ഒരു ലക്ഷറി കാറിൽ വന്നിറങ്ങാൻ? അതിൽ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒരാൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. അറിയാത്ത ഒരാൾ. ഒരു നിമിഷം എല്ലാവരും വീണ്ടും അവർ ശ്രദ്ധിച്ചു. എന്നാൽ ആ ഫ്രണ്ടിൽ നിന്ന് തൊട്ടപ്പുറത്ത് ആയിക്കൊണ്ട് മുംതാസ് ഇറങ്ങി വരുന്നു. തൊട്ടു ബാക്കിലായിട്ട് മറ്റൊരു ലക്ഷറി കാർ കൂടി കയറി വരുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ വീണ്ടും അങ്ങോട്ട് നോക്കുന്നു. അതിൽ നിന്ന് ഇറങ്ങിയത് തൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഫൈസലായിരുന്നു. ഷമ്മാസ് അവൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോയി. എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവരെ ഫൈസൽ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. എന്നാൽ മുൻപിലുള്ള കാറിൽ വന്ന മുംതാസും ഡോക്ടറും ഫൈസൽ അവരെ പരിചയപ്പെടുത്തി. ഇവള് മുംതാസ്. ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മുംതാസിനെ ഷമ്മാസിനെ ഇഷ്ടമുള്ള കാര്യം അതൊന്നും ഫൈസൽ അറിഞ്ഞിരുന്നില്ല. ഞാൻ അവരുടെ കോളേജിൽ പോയിട്ട് പറഞ്ഞിരുന്നു. പെട്ടെന്ന് മുംതാസ് ഷമ്മാസിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇത് എൻ്റെ ഭർത്താവ്. അപ്പോൾ അതെ, നിക്കാഹ് കഴിഞ്ഞു എൻ്റെ. ഇൻഷാ അല്ലാ ഞങ്ങൾ നാളെ മറ്റന്നാളായിട്ട് കുവൈറ്റിലേക്ക് പോവുകയാണ്. അദ്ദേഹം ഷമ്മാസിനെ പരിചയപ്പെടുന്നു ഡോക്ടർ. എന്തൊക്കെ തന്നെയായാലും ഷമ്മാസിന് വളരെയധികം സന്തോഷമാവുകയാണ്. കാരണം പറഞ്ഞവരെല്ലാം എത്തിയിട്ടുണ്ട്, ഒരാൾ മാത്രമേ എത്താത്തുള്ളൂ, തൻ്റെ ഇത്താത്ത ഫസീലത്ത. ബാക്കി എല്ലാവരും മുംതാസിൻ്റെ ഭർത്താവിനും കൂട്ടിയാണ് അവൾ വന്നിട്ടുള്ളത്. പിന്നെ ഫൈസൽക്കും എത്തി. വളരെയധികം സന്തോഷമായി. ആ ഒരു സന്തോഷം ഉമ്മയെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഷമ്മാസ് ഓടുകയാണ് ഉമ്മയുടെ അടുക്കിലേക്ക്. ഉമ്മയെല്ലാം ഫുഡ് കഴിച്ച് നുസൈമയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. ഉമ്മ ഇക്ക വന്നിട്ടുണ്ട്. മോനെ വന്നോ? അല്ലാ, എൻ്റെ കുട്ടി എവിടെ? ഫൈസൽക്കിയെ കാണാൻ ഉമ്മ വന്നു. ഉമ്മ സലാം പറഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. ഒരു നിമിഷം അവൻ ഉമ്മയുടെ ആ ഒരു തോളിൽ കിടന്ന് കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പി. എന്താടാ എൻ്റെ കുട്ടി എന്തിനു കരയണേ? സാരല്ല, കരയല്ലേ എൻ്റെ പൊന്നു മോനെ. അതിൽ മുംതാസ് പെട്ടെന്ന് ഉമ്മയുടെ അടുക്കിലേക്ക് വന്നു. ഫൈസി എന്താ കരയുന്നത്? കരയാൻ മാത്രം എന്താ സന്തോഷമല്ലേ വേണ്ടത്? ആ ഒരു കാഴ്ച ഉമ്മ കണ്ടു. മുംതാസ് ഫൈസലിനോട് സംസാരിക്കുന്നു. ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സന്തോഷം മുള പൊട്ടി. ആ ഒരു നിമിഷം
ഒരിക്കലും നിക്കാഹ് കഴിഞ്ഞ പെൺകുട്ടിയാണ് എന്നുള്ള കാര്യം ഉമ്മ അറിഞ്ഞതേയില്ല. എന്തൊക്കെ തന്നെയാലും ഉമ്മാക്ക് സന്തോഷമായി. റബ്ബേ, എൻ്റെ മോൻ്റെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷന് എന്തായാലും എല്ലാവരും എത്തിയല്ലോ, റാഹത്തായല്ലോ റബ്ബേ, അൽഹംദുലില്ലാ. ഹിജാബ് ധരിച്ചുകൊണ്ട് ഉമ്മയുടെ പിന്നിൽ നിന്നിരുന്ന നുസൈബ ഫൈസലിനെ കാണും, അല്ലെങ്കിൽ ഫൈസൽ വരും എന്നുള്ള കാര്യം ഒരിക്കലും അവൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന തൻ്റെ ആദ്യ ഭർത്താവിനെ കണ്ട് അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അവളുടെ വയറിനുള്ളിലൂടെ ഒരു കാളൽ അവൾക്ക് അനുഭവപ്പെടുന്നു. പെട്ടെന്ന് ഷമ്മാസും ആ ഭാഗത്തേക്കെത്തി ഹിജാബിക്ക് അടുത്തായിട്ട് നിന്നു. ഹിജാബി, പേടിക്കണ്ട കേട്ടോ. ഉമ്മയൊക്കെ കണ്ട സന്തോഷത്തിലേ ഇക്കപ്പോൾ കുറച്ച് വിഷമത്തിലാണ്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിലേക്ക് ഇക്കാക്കും ഒന്ന് പെട്ടെന്ന് സെറ്റാക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഷമ്മാസിൻ്റെ മനസ്സിൽ മുംതാസായിരുന്നു തൻ്റെ ഇക്കാക്ക് ഏറ്റവും യോജിച്ച പെണ്ണ് എന്ന് ആയിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് നിക്കാഹ് കഴിയുന്ന കാര്യം അവൻ ഓർത്തതേയില്ല. ആ ഒരു കാര്യത്തിൽ അവൻ്റെ മനസ്സിൽ കുറച്ച് നിരാശയുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറാണ് വരനെ. അവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നതിൽ അവർക്ക് ഏറ്റവും സന്തോഷമാണ് ഉണ്ടായത്. അവർ പ്രത്യേകമായിട്ട് അവരെ സ്വീകരിച്ച് ഇരുത്തി. നുസൈബ ഹിജാബ് ധരിച്ചത് കൊണ്ട് തന്നെ അവളെ പെട്ടെന്ന് ആർക്കും തിരിച്ചറിയുകയുമില്ല, ആർക്കും മുഖം വ്യക്തമാവുകയുമില്ല. ഫൈസൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചതേ ഇല്ലായിരുന്നു. അല്ലെങ്കിലും അവൾ എൻ്റെ അനിയത്തിയാണ്. ഇനി മുതൽ എൻ്റെ ഷാമോൻ അവളെ കെട്ടുന്നത് മുതൽ അവൾ എൻ്റെ അനിയത്തിയായിരിക്കും. അനിയത്തിക്കുള്ള സ്നേഹമായിരിക്കും ഞാൻ ഇനി മുതൽ അവൾക്ക് കൊടുക്കുക. അത് ഫൈസൽ ആദ്യമേ ഉറപ്പിച്ചിരുന്നു. അല്ലാതെ തൻ്റെ ആദ്യ ഭാര്യയാണെന്നോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കാര്യത്തിലും ഞാൻ അവളെ ബുദ്ധിമുട്ടിക്കില്ല, ഇടങ്ങേറാക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ അതിന് വരാൻ മടിച്ചതും. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട അനിയൻ ഷോപ്പ് തുടങ്ങിയിട്ട് വിളിച്ചിട്ട് വരാതിരുന്നാൽ അത് മോശമല്ലേ? ആദ്യത്തെ തന്നെ എൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് പോയില്ല. പക്ഷേ ഇനിയും അവൻ വിളിച്ചത് തിരസ്കരിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് അവൻ അങ്ങോട്ട് വന്നത്. അപ്പോഴാണ് മുംതാസ് ഫൈസിയോടും ആ കാര്യം പറയുന്നത്. ഫൈസി, എനിക്കിന്നൊരു ഇനോഗ്രേഷൻ ഉണ്ട്. എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ്, നല്ലൊരാളാണ്. അപ്പോൾ അതിന് പോകല്. അപ്പോഴാണ് ഫൈസൽ ചോദിച്ചത്, അത് എന്ത് ഷോപ്പാണ്? മൊബൈൽ ഷോപ്പാണ്. ഐഷാസ് മൊബൈൽസ് വേൾഡ്, ഞങ്ങളുടെ കോളേജിനടുത്തുള്ള അവർ പുതിയ ഷോപ്പ് ന്യൂ ഓപ്പണിംഗ് ആണ്. അപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടാകും. അവൻ അങ്ങനെ പറഞ്ഞതുമാണ്. അപ്പോഴാണ് അവൻക്കത് മനസ്സിലായത്. ഒരിക്കലും ഞാനും അവളും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ അവൻ പറഞ്ഞു, നീ നിൻ്റെ ഹസ്ബൻഡിനെ വിളിക്ക്. നീ വിളിച്ചാൽ അവൻ വരാതിരിക്കില്ലല്ലോ. എന്തായാലും ഇന്നലെ തലവേദന എന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് പറഞ്ഞയച്ചില്ലേ, അതുകൊണ്ട് ഇന്ന് വിളിച്ചാൽ എന്തായാലും വരാതിരിക്കില്ല. നീ വിളിച്ചു നോക്ക്. ഡോക്ടറോട് ഈ കാര്യം അവൾ തന്നെ വിളിച്ചു പറഞ്ഞു. അവരുടെ ഇടയിൽ സ്നേഹബന്ധം വളർത്താൻ കൂടി അതൊരു ഹേതുവാകുമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ മനമില്ലാ മനസ്സോടുകൂടി അവൾ ഡോക്ടറെ വിളിച്ചു. ഹലോ, എനിക്കിന്നൊരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു, നമുക്കൊന്ന് പോയി വരേണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ അതിലുണ്ടാകും. അത് കേട്ടപ്പോൾ ഡോക്ടർ, അത് എനിക്ക് ക്ഷണമില്ലല്ലോ. അതൊന്നും വിഷയമല്ല, എനിക്ക് ഒറ്റയ്ക്ക് നീ നിൻ്റെ ബ്രദറിനെ കൂട്ടി പോയിക്കോ, അങ്ങനെയാണെങ്കിൽ തൽക്കാലം അതല്ലേ നല്ലത് എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഞാൻ വരുന്നത് മോശമല്ലേ പറഞ്ഞെങ്കിലും അവൾ അതിന് നിർബന്ധം പിടിക്കുകയായിരുന്നു. അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ ദാ കാറുമായി വരുന്നു. അങ്ങനെയാണ് അവർ ഒരുമിച്ച് പോന്നത്. അങ്ങനെ അതാ ഫൈസലും അവിടെ നിന്ന് വരികയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഹിജാബീസ് മൊബൈൽസ് വേൾഡിൻ്റെ ഉദ്ഘാടനം അതിമനോഹരമായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഷമ്മാസിൻ്റെയും നവാസിൻ്റെയും ഫൈസലിൻ്റെയും വീട്ടിൽ ഫസീലത്ത ചില കുതന്ത്രങ്ങൾ മെനയുന്നുണ്ടായിരുന്നു. അവരെല്ലാം പോയ ഉടനെ തന്നെ ഓട്ടോ വിളിച്ച് നേരെ അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ കൂട്ടുകാരി പറഞ്ഞത് ഇതായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും ഹുസൈനാജിയുടെ വീട്ടിൽ പോകാം, കാര്യങ്ങളെല്ലാം നേരിട്ട് പറയുകയാണ് നല്ലത്, അല്ലാതെ ഈ ഫോൺ നമ്പറും അന്വേഷിച്ച് നടക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. അവൾ എല്ലാം തകർത്തടിയിക്കാൻ വേണ്ടി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതിയിട്ട് തന്നെ
അവർ രണ്ടുപേരും കൂടി അയാളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയായിരുന്നു. അവരുടെ പ്ലാനിങ് പൊളിയുമോ അതോ നടക്കുമോ? നമുക്ക് അടുത്ത കഥയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.